മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുളത്തിൽ MLA തുറങ്കലിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി. മാങ്കൂട്ടത്തിൽ നടത്തിയ അതിനിഷ്ഠൂര ലൈംഗിക അതിക്രമം എണ്ണിപ്പറഞ്ഞ് FIR. മാങ്കൂട്ടത്തിൽ ഹാബിച്വൽ ഒഫൻഡർ എന്ന് റിമാൻഡ് റിപ്പോർട്ട്. വഴിനീളെ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധ പരമ്പര. രാഹുൽ മാങ്കുളത്തിനെ അതിവേഗം അറസ്റ്റ് ചെയ്തതിൽ വഴിത്തിരിവായത് അതിജീവിതയുടെ ശബ്ദ സന്ദേശം. അറസ്റ്റ് വൈകുന്നതിൽ ആശങ്ക അറിയിച്ച് പൊട്ടിക്കരഞ്ഞ അതിജീവിത. സന്ദേശം കേട്ടതോടെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പോലീസ് ആദ്യം ലക്ഷ്യമിട്ടത് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റിലേക്ക് നീങ്ങാൻ. രാഹുൽ മാങ്കുളത്തിനെതിരായ പരാതിയിലുള്ളത് ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ നടുക്കുന്ന വിവരങ്ങൾ. ആദ്യം കണ്ടപ്പോൾ തന്നെ കടന്നാക്രമിച്ചു, മുഖത്ത് തല്ലി, തുപ്പി, ഗർഭിണിയാക്കി കഴിഞ്ഞപ്പോൾ അധിക്ഷേപ വർഷം. തെളിവിനായി ഭ്രൂണാവശിഷ്ടം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും യുവതി. മാങ്കുളത്തിൽ സൺസ്ക്രീമും ഷാമ്പുവും കണ്ടീഷണറും വാങ്ങിപ്പിച്ചത് യുവതിയെ കൊണ്ട്. ഫ്ളാറ്റ് വാങ്ങാനും പണം ചോദിച്ചു. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും മാങ്കൂട്ടത്തിലിനെ പൊക്കിയത് AIG G പൂങ്കുഴലിയുടെ അതീവ രഹസ്യ നീക്കത്തിലൂടെ. സ്റ്റാഫ് അംഗങ്ങൾ മുറിവിട്ട പാതിരാത്രിയിൽ പോലീസ് മുറിയിൽ കടന്ന് കസ്റ്റഡിയിലെടുത്തു. 15 മിനിറ്റിൽ നടപടി പൂർത്തിയാക്കി പത്തനംതിട്ടയ്ക്ക് പാഞ്ഞു. നാടകീയ നീക്കം നടത്തിയത് നീലപ്പെട്ടി വിവാദത്തിൽ പോലീസിന് കൈപ്പൊള്ളിയ അതേ ഹോട്ടലിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റിൽ വൈകാരിക പ്രതികരണവുമായി ആദ്യ പരാതിക്കാരി. ലോകം കേൾക്കാതെ പോയി നിലവിളി, ദൈവം കേട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ്. പിതാവാകാൻ യോഗ്യനല്ലാത്ത ആളെ വിശ്വസിച്ചതിന് മാലാഖ കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ എന്നും യുവതി. 3 കേസിലും തീരില്ലെന്ന് റിനി ആൻ ജോർജ്. ബലാത്സംഗ കേസിൽ പിടിവീണതോടെ രാഹുൽ മാങ്കുളത്തിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ. അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടും. ചെയ്യാനുള്ളതെല്ലാം ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ ഞാനെന്ത് വേറെ നോ കമന്റ്സ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ചെയ്തു. എന്റെ പാർട്ടി ചെയ്തു, ഞാനല്ല. ഒതേനൻ ചാടാത്ത മതിലുകളില്ലെന്ന് പരിഹസിച്ച K മുരളീധരൻ. രാഹുലിന് കോൺഗ്രസിൽ നിന്നും പിന്തുണയെന്ന് CPIM ഉം BJP. AK ബാലന്റെ വിവാദ പരാമർശത്തിൽ ഭിന്നസ്വരത്തിൽ CPIM. ബാലൻ ചെയ്ത് പാർട്ടി നിലപാടല്ലെന്ന് TP രാമകൃഷ്ണൻ. ബാലൻ ചെയ്ത് വ്യക്തിപരമായ നിരീക്ഷണം. LDF കൺവീനറുടെ വിമർശനം. CPIM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പിന്തുണച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയെയും AK ബാലനെയും വിമർശിച്ച് സമസ്ത മുഖപത്രം. സംസ്ഥാനത്ത് NDAയുടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രസംഗം. ശബരിമലയുടെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയും? FIR പിഴവുകളുള്ളത് നിഷ്പക്ഷമായ ഏജൻസിയെ അന്വേഷിപ്പിക്കാൻ ഏൽപ്പിക്കണമെന്നും അതിന് ധൈര്യമുണ്ടോ എന്നും പിണറായിയോട് ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാട് രേഖകൾ പരിശോധിക്കാൻ SIT. പോറ്റിയുമായുള്ള ഇടപാട് തെളിയിക്കുന്നതിൽ രേഖകളിലെ വിവരങ്ങൾ നിർണായകം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന തന്ത്രിയെ ജയിലിലേക്ക് മാറ്റി. വിജയുടെ ജനനായകൻ പൊങ്കലിന് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ നിർമ്മാതാക്കളുടെ നീക്കം. ഹർജി നാളെ തന്നെ പരിഗണിക്കണമെന്ന് KVN പ്രൊഡക്ഷൻ സുപ്രീം കോടതിയിൽ. റിലീസ് വൈകുന്നത് വലിയ നഷ്ടത്തിന് കാരണമാകുമെന്നും നിർമ്മാതാക്കൾ. AI ടൂളായ ഗ്രോക്ക് വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നു എന്ന പരാതിക്ക് പിന്നാലെ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്ത് X. 3500 പോസ്റ്റുകൾ ബ്ലോക്ക് ചെയ്തു. 600 അക്കൗണ്ടുകൾ പൂട്ടി. Xന്റെ നടപടി അശ്ലീല ഉള്ളടക്കം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പിന് പിന്നാലെ. ജനകീയ പ്രക്ഷോഭകരെ പിന്തുണച്ച അമേരിക്കയ്ക്ക് ഇറാൻ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. സൈനിക നടപടി ഉണ്ടായാൽ ഇസ്രയേലിലെ താവളങ്ങൾ തകർക്കും. പ്രതിഷേധക്കാർ ദൈവത്തിന്റെ ശത്രുക്കളെന്ന് അറ്റോർണി ജനറൽ. മുന്നറിയിപ്പുകൾ തള്ളി തെരുവിൽ തുടർന്ന് പ്രക്ഷോഭകർ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് CPIM-നെ സജ്ജമാക്കാൻ നേരിട്ടിറങ്ങി മുഖ്യമന്ത്രി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. നിയമസഭാ സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം ഇല്ലെന്ന് പ്രഖ്യാപിച്ച ലത്തീൻ കത്തോലിക്ക സഭ. സഭ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവർക്ക് പിന്തുണ. സമുദായത്തിന് അധികാരത്തിൽ പങ്കാളിത്തം നൽകണം. ലത്തീൻ കത്തോലിക്കക്കാർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള തടസ്സം നീക്കണമെന്നും ആവശ്യം. ചരിത്രപ്രസിദ്ധമായ എരുമയിലെ പേട്ടത്തുള്ളലിന് തുടക്കം. ഐതിഹ്യ പെരുമയിൽ ആദ്യമെത്തിയത് അമ്പലപ്പുഴ സംഘം. ഭക്തിസാന്ദ്രം ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ. ശബരിമലയിൽ മകരവിളക്കിന് 2 നാൾ കൂടി. അടൂർ ഏഴംകുളത്ത് 7 വയസ്സുകാരൻ ജനൽ വീണ് മരിച്ചു. ജീവൻ നഷ്ടമായത് അറുകാലിക്കൽ തനൂജ് കുമാറിന്റെയും ആര്യയുടെയും മകൾ ധ്രുവത്തിന്. അപകടം പുതിയ വീടിനായി പണിത ജനൽ തലയിൽ വീണ്. തമിഴ്നാടിനെ നടുക്കിയ കരൂർ ആൾക്കൂട്ട ദുരന്തക്കേസിൽ വിജയ് ചോദ്യമുനയിലേക്ക്. നാളെ ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരാകും. നടൻ ഇന്ന് രാത്രിയോടെ രാജ്യതലസ്ഥാനത്തേക്ക് എത്തും. അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടി മണിപ്പൂരിലെ പെട്രോൾ പമ്പുകൾ. നടപടി തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ ഇന്ധന ഔട്ട്ലെറ്റുകളെ കൊള്ളയടിക്കുന്നുവെന്ന് പെട്രോളിയം ഡീലേഴ്സ് ഫ്രറ്റേണിറ്റി. ത്രിപുരയിലെ ഉനാകോട്ടി ജില്ലയിൽ സംഘർഷം. 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 6 പേർക്ക് പരിക്ക്. നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കി. സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രാദേശിക മേളയുടെ സംഭാവന പിരിക്കുന്നതിലെ തർക്കം. മൂടൽമഞ്ഞിൽ വലയുന്ന ഉത്തരേന്ത്യയിൽ അപകടങ്ങൾ തുടർക്കഥ. പഞ്ചാബിലെ ഹോഷിയാർപൂർ ദസൂയ പാതയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 4 മരണം. രാജസ്ഥാനിൽ ബസ് പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ച് 25 പേർക്ക് പരിക്ക്. വരും ദിവസങ്ങളിലും ശീതക്കാറ്റിന്റെ ശക്തി വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ്. പാക് സൈന്യവുമായി നേരിട്ടുള്ള ബന്ധം പരസ്യമായി സമ്മതിച്ച് ലഷ്കർ-ഇ-തയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി. സൈന്യത്തിന്റെ പരിപാടികളിലേക്ക് ഔദ്യോഗിക ക്ഷണം പതിവ്. കൊല്ലപ്പെടുന്ന സൈനികരുടെ സംസ്കാര ചടങ്ങിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതും സംഘടനാ തലവന്മാർ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് ലഷ്കറിനെയെന്നും കസൂരി. ഓസ്ട്രേലിയയിൽ കനത്ത നാശം വിതച്ച് കാട്ടുതീ. ഒരാൾ മരിച്ചു. 300 വീടുകൾ കത്തിയമർന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതം. തീ വ്യാപിക്കാൻ കാരണം ഉഷ്ണതരംഗം കടുത്തതോടെയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വഡോദര ഏകദിനത്തിൽ ഇന്ത്യക്ക് 301 റൺസ് വിജയലക്ഷ്യം. ന്യൂസിലൻഡ് 8 വിക്കറ്റിന് 300. കോൺവെയ്ക്കും നിക്കോൾസിനും മിച്ചലിനും അർദ്ധ സെഞ്ചുറി. സിറാജിനും ഹർഷിത്തിനും പ്രസിദ്ധനും 2 വിക്കറ്റ്. വനിതാ പ്രീമിയർ ലീഗിൽ ജയം തുടരാൻ ഗുജറാത്ത് ജയൻസ്. എതിരാളികൾ ആദ്യ ജയം തേടിയെത്തുന്ന ഡൽഹി ക്യാപിറ്റൽസ്. മത്സരം രാത്രി 7:30 നവി മുംബൈയിൽ.